നമസ്കാരം. സെപ്റ്റംബർ 30 സൂര്യൻ പൂരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യൻ പൂരം നക്ഷത്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ശുക്രന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ പൂരത്തിൽ സൂര്യ ശുക്ര സമാഗമം സംഭവിക്കുകയാണ്. പൂരം നക്ഷത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യനും ശുക്രനും ഒന്നിച്ചെത്തുന്നത്. അപൂർവമായ ഈ സംയോഗത്തിലൂടെ ചില രാശിക്കാർക്ക് സൗഭാഗ്യകാലം തുറക്കുകയാണ്. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സമ്പത്തും ധനയോഗവും തന്മൂലം വന്നു ചേരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. സൂര്യന്റെയും ശുക്രന്റെയും സംഗമം കന്നി രാശിയിലുള്ളവർക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾക്ക് സഹായകരമായി തീരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടുതൽ ആകർഷകമായി നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം പുതിയ തൊഴിൽ ലഭിക്കുക, തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരാം. അപ്രതീക്ഷിതമായി സാമ്പത്തികപരമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ചില അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. സാമ്പത്തികപരമായ ലാഭം വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നടക്കില്ല എന്ന് ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം തൊഴിൽ മേഖലയിലുള്ള മത്സരങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. ആഭരണം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ, കുടുംബസമേതം യാത്രകൾക്കുള്ള അവസരങ്ങൾ പോലും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായ സമയം തന്നെയാണ് ഇത്. അതിനാൽ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന സമയമായതിനാൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെയും ശുക്രന്റെയും ഒന്നുചേരൽ ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയം തന്നെയാകുന്നു. ഈ കാലയളവിൽ വളരെയധികം വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രത്യേകിച്ചും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. പണം നിങ്ങൾക്ക് സ്വരുക്കൂട്ടി വയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മുന്നേറുവാനുള്ള നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സ്വദേശത്തും വിദേശത്തും യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വാഹനം, പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾ, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആഭരണം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുകയോ അല്ലെങ്കിൽ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ ലാഭം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം. അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം.
ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം മനസ്സിൽ നിറയ്ക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഭാവിയിലേക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, അനുകൂലമായ നിക്ഷേപങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായും തൊഴിൽപരമായും ലാഭം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ശുക്രൻ്റെയും സൂര്യൻ്റെയും സമാഗമം ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം അനുഭവപ്പെടുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൂർത്തിയാകാതെ വച്ചിരുന്ന പല ജോലികളും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും. വരുമാനത്തിൽ വളരെയധികം വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക അഥവാ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും ലാഭം അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, ധനപരമായ നേട്ടങ്ങൾ അഥവാ പണം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും അല്പം ആശ്വാസം ലഭിക്കുക, കടം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹം നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അനുകൂലമായ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.